നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വെൽക്കം ടു മൈ PSC ബുള്ളറ്റ്. വജ്രം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏത്? ഇന്ത്യ, അമേരിക്ക, റഷ്യ, ഇന്തോനേഷ്യ. ഏറ്റവും കൂടുതൽ വജ്രം ഉൽപ്പാദിപ്പിക്കുന്നത് റഷ്യയിൽ നിന്നുമാണ്. രക്തം കട്ട പിടിക്കുന്നതിന് കാരണമാകുന്ന വിറ്റാമിൻ ഏത്? വിറ്റാമിൻ എ, വിറ്റാമിൻ എച്ച്, വിറ്റാമിൻ കെ, വിറ്റാമിൻ ബി. രക്തം കട്ട പിടിക്കുന്നതിന് വിറ്റാമിൻ കെ ആവശ്യമാണ്. ഇന്ത്യൻ ബിസ്മാർക്ക് എന്നറിയപ്പെടുന്നത്? ജവഹർലാൽ നെഹ്റു, മഹാത്മാഗാന്ധി, സർദാർ വല്ലഭായ് പട്ടേൽ, കെ കേളപ്പൻ. ഇന്ത്യൻ ബിസ്മാർക്ക് എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. ലോകത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ ഉപഗ്രഹം ഏത്? ശനി, ശുക്രൻ, വ്യാഴം, യുറാനസ്. ലോകത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ ഉപഗ്രഹമാണ് ശനി. ലോക പുസ്തക തലസ്ഥാനമായി നാമകരണം ചെയ്ത നഗരം ഏത്? ഷാർജ, സൗദി, ഒമാൻ, അബുദാബി. ഷാർജയാണ് ശരിയായ ഉത്തരം. ഇന്ത്യയിലെ ഏത് നഗരമാണ് വൈറ്റ് സിറ്റി എന്നറിയപ്പെടുന്നത്? ഗോരഖ്പൂർ, കൊൽക്കത്ത, ഉദയ്പൂർ, പൂനെ. വൈറ്റ് സിറ്റി എന്നറിയപ്പെടുന്നത് ഉദയ്പൂർ ആണ്. ലോക പരിസ്ഥിതി ദിനം എപ്പോഴാണ് ആഘോഷിക്കുന്നത്? ജൂൺ 5, ജൂൺ 1, ജൂലൈ 1, ജൂലൈ 5. ലോക പരിസ്ഥിതി ദിനം ജൂൺ 5 ആണ്. യൂറോപ്പിന്റെ കളിസ്ഥലം എന്നറിയപ്പെടുന്ന രാജ്യം ഏത്? അഫ്ഗാനിസ്ഥാൻ, സ്വിറ്റ്സർലാൻഡ്, ഇന്ത്യ, റഷ്യ. യൂറോപ്പിന്റെ കളിസ്ഥലം എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് സ്വിറ്റ്സർലാൻഡ് ആണ്. ലോർഡ് ക്രിക്കറ്റ് ഗ്രൗണ്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ലണ്ടൻ, പാരീസ്, വെനീസ്. ലോർഡ് ക്രിക്കറ്റ് ഗ്രൗണ്ട് സ്ഥിതി ചെയ്യുന്നത് ലണ്ടനിലാണ്. എസ്കേപ്പ് വെലോസിറ്റിയുടെ പരമാവധി മൂല്യം ഏത് ഗ്രഹത്തിലാണ്? ശുക്രൻ, വ്യാഴം, ബുധൻ, പ്ലൂട്ടോ. എസ്കേപ്പ് വെലോസിറ്റിയുടെ പരമാവധി മൂല്യം വ്യാഴം എന്ന ഗ്രഹത്തിലാണ്. ഉത്സവങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഏത്? ഇന്ത്യ, വിയറ്റ്നാം, വെനീസ്, കാനഡ. ഉത്സവങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന രാജ്യമാണ് ഇന്ത്യ. എത്ര വിഷയങ്ങൾക്കാണ് നോബൽ സമ്മാനം നൽകുന്നത്? 5 വിഷയങ്ങൾക്ക്, 4 വിഷയങ്ങൾക്ക്, 6 വിഷയങ്ങൾക്ക്, 3 വിഷയങ്ങൾക്ക്. ലോകത്തിൽ നോബൽ സമ്മാനം നൽകുന്നത് 6 വിഷയങ്ങൾക്കാണ്. ഹിമാലയൻ പർവ്വതാരോഹണ ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ചൈന, ഇന്ത്യ, നേപ്പാൾ, പാകിസ്ഥാൻ. പർവ്വതാരോഹണ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലാണ്. ലോക പൈതൃക നഗരമായി പ്രഖ്യാപിച്ച ഇന്ത്യൻ നഗരം ഏത്? ടോക്കിയോ, സ്വീഡൻ, മലേഷ്യ, അഹമ്മദാബാദ്. WHCI പ്രഖ്യാപിച്ച ഇന്ത്യൻ നഗരമാണ് അഹമ്മദാബാദ്. സന്തോഷത്തിന്റെ നഗരം എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ നഗരമേത്? കൊൽക്കത്ത, മുംബൈ, ഡൽഹി, കൊച്ചി. സന്തോഷത്തിന്റെ നഗരം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നഗരമാണ് കൊൽക്കത്ത. ടൂത്ത് ബ്രഷ് കണ്ടുപിടിച്ചത് എപ്പോഴാണ്? 1769, 1768, 1777, 1770. ടൂത്ത് ബ്രഷ് കണ്ടുപിടിച്ചത് 1770കളിലാണ്. ഇന്ത്യയിലെ ഏത് നഗരങ്ങളാണ് ഇരട്ട നഗരങ്ങൾ എന്നറിയപ്പെടുന്നത്? അലഹാബാദ്, നാഗാലാൻഡ്, ഹൈദരാബാദ്, ഭുവനേശ്വർ. ഇരട്ട നഗരങ്ങൾ എന്നറിയപ്പെടുന്നത് ഹൈദരാബാദ് ആണ്. തോമസ് കപ്പ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്രിക്കറ്റ്, ഹോക്കി, ബാഡ്മിന്റൺ, ഫുട്ബോള്. തോമസ് കപ്പ് ബാഡ്മിന്റണുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആഗോള സൈബർ സുരക്ഷാ സൂചികയിൽ ഇന്ത്യയുടെ റാങ്ക് എത്ര? 23, 22ാം റാങ്ക്, 20, 17ാം റാങ്ക്. സൈബർ സുരക്ഷാ സൂചികയിൽ ഇന്ത്യയുടെ റാങ്ക് 23 ആണ്. 7 കുന്നുകളുടെ നഗരം എന്നറിയപ്പെടുന്ന നഗരം ഏത്? റോം, വെനീസ്, ഇറ്റലി, ന്യൂയോർക്ക്.
ഏഴു കുന്നുകളുടെ നഗരം എന്നറിയപ്പെടുന്ന നഗരമാണ് റോം. കേരളത്തിന്റെ പ്രധാന ഭക്ഷണം എന്താണ്? കേരളത്തിന്റെ പ്രധാന ഭക്ഷണം ഗോതമ്പ്, ബ്രെഡ്, അരി, പഴങ്ങൾ. പ്രധാന ഭക്ഷണമാണ് അരി. നരമണി പുതുവ എന്ന നോവൽ എഴുതിയത് ആര്? സാറാ തോമസ്, റോബർട്ട് ബ്രിസ്റ്റോ, ഗോദവർമ്മ രാജ, CV കുഞ്ഞിരാമൻ. നരമണി പുതുവ എന്ന നോവൽ എഴുതിയത് സാറാ തോമസ് ആയിരുന്നു. കേരള ഹൈക്കോടതി സ്ഥാപിതമായത് ഏത് വർഷത്തിലാണ്? 1956, 1955, 1950, 1965. കേരള ഹൈക്കോടതി സ്ഥാപിതമായത് 1956 ഗുരുവായൂർ ക്ഷേത്രം ഏത് ദൈവത്തിന് സമർപ്പിച്ചിരിക്കുന്നു? അയ്യപ്പൻ, കൃഷ്ണൻ, ഗണപതി, ശിവൻ. ഗുരുവായൂർ ക്ഷേത്രം കൃഷ്ണനാണ് സമർപ്പിച്ചിരിക്കുന്നത്. കേരളത്തിലെ ആദ്യത്തെ വനവിഭജനം ഏതാണ്? കോന്നി, മേപ്പാടി, കുമരകം, റാന്നി. കേരളത്തിലെ ആദ്യത്തെ വനവിഭജനമായിരുന്നു റാന്നി വിഭജനം. ഒരു ചെവിയിൽ എത്ര അസ്ഥികളാണ് ഉള്ളത്? മനുഷ്യന്റെ ചെവിയിൽ എത്ര അസ്ഥികളാണ് ഉള്ളത്? 5, 2, 4, 3 അസ്ഥികൾ. മനുഷ്യന്റെ ചെവിയിൽ 2 അസ്ഥികളാണ് ഉള്ളത്. ലോകത്തിലെ ഏറ്റവും അപൂർവവും വിലയേറിയതുമായ സുഗന്ധവ്യഞ്ജനം ഏത്? കുരുമുളക്, ഏലം, കുങ്കുമപ്പൂവ്, ഇഞ്ചി. കുങ്കുമപ്പൂവാണ് ശരിയായ ഉത്തരം. ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ പക്ഷി? ഫാൽക്കൺ, പ്രാവ്, ആൽബട്രോസ്, യമു. ഏറ്റവും വേഗതയേറിയ പക്ഷിയാണ് ഫാൽക്കൺ. ശരീരവലിപ്പവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഏറ്റവും വലിയ തലച്ചോറുള്ള മൃഗം? തിമിംഗലം, ഒട്ടകപ്പക്ഷി, ഡോൾഫിൻ, സ്രാവ്. ഡോൾഫിനാണ് ഏറ്റവും വലിയ തലച്ചോറ്. ഏറ്റവും നീളം കൂടിയ നാവുള്ള മൃഗം ഏത്? ജിറാഫ്, മാൻ, ഹിപ്പോപ്പൊട്ടാമസ്, ആന. ഏറ്റവും നീളം കൂടിയ നാവുള്ളത് ജിറാഫിനാണ്. കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന നഗരം ഏത്? തൃശ്ശൂര്, എറണാകുളം, കൊല്ലം, വയനാട്. ഏറ്റവും പഴക്കം ചെന്ന കേരളത്തിലെ നഗരമാണ് തൃശ്ശൂര്. കേരളത്തിന്റെ സൗന്ദര്യം എന്നറിയപ്പെടുന്ന ജില്ല ഏത്? കൊല്ലം, കണ്ണൂര്, കോട്ടയം, കാസർഗോഡ്. കേരളത്തിന്റെ സൗന്ദര്യം എന്നറിയപ്പെടുന്ന ജില്ലയാണ് കോട്ടയം ജില്ല. കേരളത്തിലെ ഉയർന്ന പ്രദേശങ്ങളിൽ കൃഷി ചെയ്യുന്ന പ്രധാന വിള? ഇഞ്ചി, കൊക്കോ, ജാതിക്ക, കുരുമുളക്. ഉയർന്ന പ്രദേശങ്ങളിൽ കൃഷി ചെയ്യുന്ന പ്രധാന വിളയാണ് കുരുമുളക്. മന്ത്രവാദിനിയുടെ നൃത്തം എന്നറിയപ്പെടുന്ന സ്ത്രീകളുടെ നൃത്തരൂപം ഏത്? മോഹിനിയാട്ടം, കഥകളി, കുച്ചിപ്പുടി, ചവിട്ടുനാടകം. മോഹിനിയാട്ടമാണ് ശരിയായ ഉത്തരം. കേരളത്തിന്റെ കലാ തലസ്ഥാനം ഏത്? എറണാകുളം, കണ്ണൂര്, തൃശ്ശൂര്, പത്തനംതിട്ട. കലാ തലസ്ഥാനം തൃശ്ശൂരാണ്. ഏത് ആർട്ടിക്കിളിലാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഉറപ്പു നൽകുന്നത്? 20, 18, ആർട്ടിക്കിൾ 19, ആർട്ടിക്കിൾ 17. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഉറപ്പു നൽകുന്നത് ആർട്ടിക്കിൾ 20 ഭരണഘടനാ കരട് സമിതിയുടെ ചെയർമാൻ ആരായിരുന്നു? സർദാർ വല്ലഭായ് പട്ടേൽ, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഡോക്ടർ BR അംബേദ്കർ, ജവഹർലാൽ നെഹ്റു. ചെയർമാൻ ആയിരുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. പാർലമെന്റിന്റെ 2 സമ്മേളനങ്ങൾക്കിടയിൽ അനുവദനീയമായ പരമാവധി ഇടവേള? 3 മാസം, 12 മാസം, 6 മാസം, 4 മാസം. പരമാവധി ഇടവേള 6 മാസം വരെയാണ്.
ഇന്ത്യയിലെ ഗവൺമെന്റിന്റെ തലവൻ ആരാണ്? ഡെപ്യൂട്ടി ചെയർമാൻ, സ്പീക്കർ, പ്രസിഡന്റ്, പ്രധാനമന്ത്രി. ഇന്ത്യയിലെ ഗവൺമെന്റിന്റെ തലവൻ പ്രധാനമന്ത്രിയാണ്. ബ്രിട്ടീഷ് പാർലമെന്റ് ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം പാസാക്കിയ വർഷം? ഓഗസ്റ്റ്, ജൂൺ, ജനുവരി, ജൂലൈ 1947. ഓഗസ്റ്റ് 1947 ഇന്ത്യയിൽ ഏറ്റവും പ്രചാരമുള്ള കായിക വിനോദമായി കണക്കാക്കപ്പെടുന്നത് ഏത്? ഫുട്ബോള്, ക്രിക്കറ്റ്, ഹോക്കി, ബാഡ്മിന്റൺ. ക്രിക്കറ്റാണ് ശരിയായ ഉത്തരം. ഇന്ത്യൻ സംസ്കാരത്തിൽ ജ്ഞാനത്തിന്റെ പ്രതീകമായി ഉപയോഗിക്കുന്ന മൃഗം? ആന, കുതിര, കഴുത, കടുവ. ജ്ഞാനത്തിന്റെ പ്രതീകമായി ഉപയോഗിക്കുന്നത് ആനയെയാണ്. മരുഭൂമികൾക്ക് പേരുകേട്ട ഇന്ത്യൻ സംസ്ഥാനം ഏത്? സിക്കിം, മണിപ്പൂർ, രാജസ്ഥാൻ, മിസോറാം. മരുഭൂമികൾക്ക് പേരുകേട്ട ഇന്ത്യൻ സംസ്ഥാനമാണ് രാജസ്ഥാൻ. പണ്ഡിറ്റ് രവിശങ്കറുമായി പലപ്പോഴും ബന്ധപ്പെട്ടിരിക്കുന്ന ഇന്ത്യൻ ശാസ്ത്രീയ സംഗീത ഉപകരണം? വീണ, സിത്താർ, തബല, ഓടക്കുഴൽ. സിത്താറാണ് ശരിയായ ഉത്തരം. ഇന്ത്യയിലെ സന്തോഷത്തിന് നഗരം എന്നറിയപ്പെടുന്ന നഗരം ഏത്? കൊൽക്കത്ത, മുംബൈ, പൂന, ഹൈദരാബാദ്. സന്തോഷത്തിന് നഗരം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നഗരമാണ് കൊൽക്കത്ത. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും സെൻസിറ്റീവായ അവയവം ഏത്? ചർമ്മം, കരൾ, പാദം, കൺപോള. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും സെൻസിറ്റീവായ അവയവമാണ് ചർമ്മം. ഏറ്റവും ഭാരം കൂടിയ ലോഹം ഏത്? പ്ലാറ്റിനം, വെള്ളി, സിങ്ക്, സ്വർണം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും ഭാരം കൂടിയ ലോഹമാണ് സ്വർണം. ഗിസ പിരമിഡുകൾ ഏത് രാജ്യത്താണ് കാണപ്പെടുന്നത്? ഇറാൻ, ഒമാൻ, ഈജിപ്ത്, മലേഷ്യ. ഗിസ പിരമിഡുകൾ കാണുന്നത് ഈജിപ്തിലാണ്. ഇന്ത്യ എത്ര ക്രിക്കറ്റ് ലോകകപ്പുകൾ നേടിയിട്ടുണ്ട്? 3, 4, 2, 5. ഇന്ത്യ ഇതുവരെ 2 ക്രിക്കറ്റ് ലോകകപ്പുകൾ നേടി. എല്ലാ വർഷവും രക്തസാക്ഷി ദിനമായി ആഘോഷിക്കുന്ന ദിവസം ഏത്? ജനുവരി 16, ജനുവരി 30, ഡിസംബർ 5, മെയ് 12. ജനുവരി 30-നാണ്. ഗുജറാത്തിലെ ഗിർ ദേശീയോദ്യാനത്തിന് പേരുകേട്ട മൃഗം ഏത്? ഒട്ടകം, മാൻ, കാട്ടുപോത്ത്, സിംഹം. ഗിർ ദേശീയോദ്യാനത്തിന് പേരുകേട്ട മൃഗമാണ് സിംഹം. പുറകിൽ കൊമ്പുകളുള്ള മൃഗം ഏത്? ഒട്ടകം, പുലി, മാൻ, വരയാട്. പുറകിൽ കൊമ്പുകളുള്ള മൃഗമാണ് ഒട്ടകം. മരുഭൂമിയിൽ വളരുന്ന ചെടി ഏതാണ്? പൈൻ, കള്ളിച്ചെടി, അക്കേഷ്യ, സെക്കോവ. മരുഭൂമിയിൽ വളരുന്ന ചെടിയാണ് കള്ളിച്ചെടി. ഏത് നിറമാണ് സമാധാനത്തെ പ്രതീകപ്പെടുത്തുന്നത്? വെള്ള, മഞ്ഞ, പച്ച, കറുപ്പ്. സമാധാനത്തെ പ്രതിനിധീകരിക്കുന്ന നിറമാണ് വെള്ള നിറം. ഇന്ത്യയുടെ ദേശീയ വൃക്ഷം എന്താണ്? മാവ്, തേക്ക്, മഹാഗണി, ആൽമരം. ഇന്ത്യയുടെ ദേശീയ വൃക്ഷമായി കണക്കാക്കുന്നത് മാവാണ്. ഏറ്റവും വലിയ വെള്ളച്ചാട്ടമായ ഏഞ്ചൽ വെള്ളച്ചാട്ടം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? വെനസ്വല, ഭോപ്പാൽ, ജർമ്മനി, സൂറത്ത്. ഏഞ്ചൽ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് വെനസ്വലയിലാണ്. ഗ്രീക്ക് അക്ഷരമാലയിലെ 4ാമത്തെ അക്ഷരം എന്താണ്? ആൽഫ, ഡെൽറ്റ, ഗാമ,
ഇവയൊന്നുമല്ല. ഗ്രീക്ക് അക്ഷരമാലയിലെ 4ാമത്തെ അക്ഷരം ഡെൽറ്റയാണ്. ബ്ലൂ റിബൺ സ്പോർട്സ് എന്നറിയപ്പെട്ടിരുന്ന കമ്പനി ഏതാണ്? റീബോക്ക്, പ്യൂമ, അഡിഡാസ്, നൈക്ക്. നൈക്കാണ് ശരിയായ ഉത്തരം. നിത്യനഗരം എന്നറിയപ്പെടുന്ന നഗരം ഏത്? ഇസ്രായേൽ, റോം, ലക്നൗ, സ്വീഡൻ. നിത്യനഗരം എന്നറിയപ്പെടുന്ന നഗരമാണ് റോം. ലോകത്തിലെ ഏറ്റവും വലിയ റീറ്റെയിലർ ഏതാണ്? ഏറ്റവും വലിയ റീറ്റെയിലർ വാൾമാർട്ട് ആണ്. ഏറ്റവും കൂടുതൽ ദ്വീപുകളുള്ള രാജ്യം ഏത്? പാരീസ്, സ്വീഡൻ, മെക്സിക്കോ, കെനിയ. ഏറ്റവും കൂടുതൽ ദ്വീപുകളുള്ള രാജ്യമാണ് സ്വീഡൻ. രാജ്യത്തെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളം ഏത് യുഎസ് സംസ്ഥാനത്താണ്? ടെക്സസ്, ജോർജിയ, ന്യൂയോർക്ക്, കാലിഫോർണിയ. കാലിഫോർണിയയിലാണ്. 4 അർദ്ധഗോളങ്ങളിലും കരയുള്ള ഒരേയൊരു ഭൂഖണ്ഡം ഏതാണ്? അന്റാർട്ടിക്ക, ഏഷ്യ, ആഫ്രിക്ക, യൂറോപ്പ്. ഒരേയൊരു ഭൂഖണ്ഡമാണ് ആഫ്രിക്ക. ദക്ഷിണാഫ്രിക്കൻ പതാകയിൽ എത്ര നിറങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്? 6 നിറങ്ങൾ, 5 നിറങ്ങൾ, 4 നിറങ്ങൾ, 11 നിറങ്ങൾ. ദക്ഷിണാഫ്രിക്കൻ പതാകയിൽ 6 നിറങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ക്ഷീരപഥത്തിലെ ഏറ്റവും ചൂടേറിയ ഗ്രഹം ഏതാണ്? ശുക്രൻ, ശനി, ബുധൻ, യുറാനസ്. ക്ഷീരപഥത്തിലെ ഏറ്റവും ചൂടേറിയ ഗ്രഹമാണ് ശുക്രൻ. ആഗ്ര ഏത് നദീകരയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഗംഗാ നദിയുടെ, യമുന നദിയുടെ, ബ്രഹ്മപുത്ര നദിയുടെ, സരസ്വതി നദിയുടെ. ആഗ്ര സ്ഥിതി ചെയ്യുന്നത് യമുന നദിയുടെ തീരത്താണ്. പോപ്പ് രാജ്ഞി എന്നറിയപ്പെടുന്നത് ആരാണ്? മരിയ കാരി, മഡോണ, വിറ്റ്നി ഹ്യൂസ്റ്റൺ, ബിയോൺസ്. പോപ്പ് രാജ്ഞി എന്നറിയപ്പെടുന്നത് മഡോണയാണ്. ഏറ്റവും ഉയർന്ന ആയുർദൈർഘ്യമുള്ള രാജ്യം ഏത്? മലേഷ്യ, ഇന്ത്യ, ചൈന, ഹോങ്കോങ്. ഏറ്റവും ഉയർന്ന ആയുർദൈർഘ്യമുള്ള രാജ്യമാണ് ഹോങ്കോങ്. പുരാതന ഗ്രീക്ക് സൂര്യദേവൻ ആരായിരുന്നു? ഹെർമിസ്, സിയൂസ്, അപ്പോളോ, പോസിഡോൺ. പുരാതന ഗ്രീക്ക് സൂര്യദേവൻ അപ്പോളോ ആയിരുന്നു. ആഴ്ചയിൽ എത്ര മിനിറ്റുകൾ ഉണ്ട്? 1080, 1050, 1040, 1030. ഒരു ആഴ്ചയിൽ 1080 മിനിറ്റുകളുണ്ട്. ഭൂമിയിൽ ലഭ്യമായ ഏറ്റവും കാഠിന്യമുള്ള വസ്തു? കൊറണ്ടം, ക്വാർട്സ്, വജ്രം, ഗ്രാഫൈറ്റ്. ഏറ്റവും കാഠിന്യമുള്ള വസ്തുവാണ് വജ്രം. മനുഷ്യ ശരീരത്തിലെ വാരിയെല്ലുകളുടെ എണ്ണം എത്ര? 24, 23, 22, 21. മനുഷ്യ ശരീരത്തിലെ വാരിയെല്ലുകളുടെ എണ്ണം 24 ആണ്. പശുക്കളുടെ ഗർഭകാലം എത്ര ദിവസമാണ്? 320 ദിവസം, 240 ദിവസം, 280 ദിവസം, 300 ദിവസം. പശുവിന്റെ ഗർഭകാലം 280 ദിവസമാണ്. മുട്ടയുടെ ഭക്ഷ്യയോഗ്യമായ ഭാഗത്തിന്റെ പ്രോട്ടീൻ അളവ്? 8.5%, 15%, 13.30%, 10.5%. 13.30%. ഏത് പാലിലാണ് കൂടുതൽ കൊഴുപ്പ് അടങ്ങിയിരിക്കുന്നത്? ആടിന്റെ പാലിന്, ഡിയർ, എരുമപ്പാല്, പശുവിന്റെ പാല്. ഏറ്റവും കൂടുതൽ കൊഴുപ്പ് അടങ്ങിയിരിക്കുന്നത് ഡിയറിന്റെ പാലിനാണ്. താഴെ പറയുന്നവയിൽ ഏതാണ് പകരുന്ന രോഗം? പകരുന്ന രോഗം
ഡിഫ്തീരിയയാണ്. തേനിൽ ഏറ്റവും കൂടുതൽ ശതമാനം അടങ്ങിയിരിക്കുന്നത് ലാക്ടോസ്, സുക്രോസ്, ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്. ഗ്ലൂക്കോസ് ആണ് ശരിയായ ഉത്തരം. മനുഷ്യ ശരീരത്തിലെ ഓരോ കോശത്തിലേക്കും ഓക്സിജൻ എത്തിക്കുന്നത് പ്ലേറ്റ്ലെറ്റുകൾ, ചുവന്ന രക്താണുക്കൾ, പ്ലാസ്മ, വെളുത്ത രക്താണുക്കൾ. ഓക്സിജൻ എത്തിക്കുന്നത് ചുവന്ന രക്താണുക്കളാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ കോശങ്ങൾ ഏത്? വെളുത്ത രക്താണുക്കൾ, രക്തകോശങ്ങൾ, നാഡീകോശങ്ങൾ, ചുവന്ന രക്താണുക്കൾ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ കോശങ്ങളാണ് രക്തകോശങ്ങൾ. ഏതാണ് സ്ലൈഡിംഗ് ജോയിന്റ് ഉണ്ടാക്കുന്നത്? കൈമുട്ട്, ഇടുപ്പ് ജോയിന്റ്, കാർപ്പൽസ്, തലയോട്ടി. മനുഷ്യനിൽ സ്ലൈഡിംഗ് ജോയിന്റ് ഉണ്ടാക്കുന്ന ഭാഗം കാർപ്പൽസ് ആണ്. ജീവശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? ലമാർക്ക്, മെൽഡൽ, അരിസ്റ്റോട്ടിൽ, ഡാർവിൻ. ജീവശാസ്ത്രത്തിന്റെ പിതാവായി കണക്കാക്കപ്പെടുന്നത് അരിസ്റ്റോട്ടിലിനെയാണ്. ഒരു തണ്ടിന്റെയോ വേരിന്റെയോ പുറംഭാഗത്തെ എന്താണ് വിളിക്കുന്നത്? സൈലം, എപ്പിഡെർമിസ്, പെരിസൈക്കിൾ, കോർട്ടെക്സ്. പെരിസൈക്കിൾ എന്നാണ് വിളിക്കുന്നത്. സസ്യജീവിതത്തിന്റെ രഹസ്യം അടങ്ങിയിരിക്കുന്ന മഞ്ഞപ്പൊടി എന്താണ്? ക്ലോറോഫിൽ, റെസിൻ, പൂമ്പൊടി, അമൃത്. പൂമ്പൊടിയാണ് ശരിയായ ഉത്തരം. പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്ന അവയവം ഏതാണ്? ആമാശയം, പാൻക്രിയാസ്, കരൾ, പിത്താശയം. പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്ന അവയവമാണ് കരൾ. ശരീരത്തിന് കാൽസ്യം ആഗിരണം ചെയ്യാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ ബി, വിറ്റാമിൻ എ, വിറ്റാമിൻ ഡി, വിറ്റാമിൻ സി. കാൽസ്യം ആഗിരണം ചെയ്യാൻ സഹായിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ ഡി. രക്തശുദ്ധീകരണത്തിന് ഉത്തരവാദിയായ അവയവത്തിന്റെ പേര്? ഹൃദയം, കരൾ, വൃക്ക, ശ്വാസകോശം. മനുഷ്യനിൽ രക്തം ശുദ്ധീകരിക്കുന്ന അവയവമാണ് വൃക്ക. ഏത് ജീവികളാണ് ചർമ്മത്തിൽ നിന്ന് ശ്വസിക്കുന്നത്? ഒച്ച്, മത്സ്യം, മണ്ണിര, തവള. ത്വക്ക് ഉപയോഗിച്ച് ശ്വസിക്കുന്ന ജീവിയാണ് മണ്ണിര. മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന ലോഹം ഏത്? ലിഥിയം, പൊട്ടാസ്യം, സോഡിയം, മഗ്നീഷ്യം. മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന ലോഹമാണ് സോഡിയം. ഏറ്റവും ഭാരം കുറഞ്ഞ ലോഹം ഏതാണ്? അലൂമിനിയം, സോഡിയം, മഗ്നീഷ്യം, ലിഥിയം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും ഭാരം കുറഞ്ഞ ലോഹമാണ് ലിഥിയം. പാറകളിലും ധാതുക്കളിലും ഏറ്റവും കൂടുതൽ അളവിൽ കാണപ്പെടുന്ന മൂലകം? അലൂമിനിയം, സിലിക്കൺ, ഇരുമ്പ്, ഓക്സിജൻ. ഏറ്റവും കൂടുതൽ സിലിക്കൺ ആണ് കാണപ്പെടുന്നത്. മുത്തുകളുടെ നഗരം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നഗരം ഏത്? പൂനെ, ചെന്നൈ, ഹൈദരാബാദ്, ഡൽഹി. മുത്തുകളുടെ നഗരം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നഗരമാണ് ഹൈദരാബാദ്. സിവിൽ സർവീസസ് നടത്തിയ ആദ്യ രാജ്യം ഏതാണ്? നേപ്പാൾ, അമേരിക്ക, പാകിസ്ഥാൻ, ചൈന. സിവിൽ സർവീസ് പരീക്ഷ നടത്തിയ ആദ്യ രാജ്യമായിരുന്നു ചൈന. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ടവർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ന്യൂയോർക്ക്, ഗ്രീസ്, ടോക്കിയോ, മെക്സിക്കോ. ഏറ്റവും ഉയരം കൂടിയ ടവർ സ്ഥിതി ചെയ്യുന്നത് ടോക്കിയോയിലാണ്. പ്രഭാത ശാന്തതയുടെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? റഷ്യ, കൊറിയ, ബ്രസീല്, ഇറാൻ. പ്രഭാത ശാന്തതയുടെ നാട് എന്നറിയപ്പെടുന്ന രാജ്യമാണ് ബ്രസീൽ. ഇന്ത്യയുടെ ദേശീയ ജലജീവി ഏതാണ്? ഡോൾഫിൻ,
തിമിംഗലം, സ്രാവ്, കടൽക്കുതിര. ഇന്ത്യയുടെ ദേശീയ ജലജീവിയായി കാണപ്പെടുന്നത് ഡോൾഫിനെയാണ്. കാന പക്ഷി സങ്കേതം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഗുജറാത്ത്, രാജസ്ഥാൻ, സിക്കിം, മണിപ്പൂർ. കാന പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലാണ്. ഭരണഘടന ആദ്യമായി നിർമ്മിച്ച രാജ്യം ഏതാണ്? ഇറ്റലി, വത്തിക്കാൻ, ഓസ്ട്രേലിയ, അമേരിക്ക. ലോകത്തിൽ ഭരണഘടന ആദ്യം നിർമ്മിച്ചത് അമേരിക്കയായിരുന്നു. നമ്മുടെ ദേശീയ പതാകയുടെ വീതിയും നീളവും തമ്മിലുള്ള അനുപാതം എത്ര? 1:2, 2:3, 3:4, 4:3. അനുപാതം 2:3 ആണ്. സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ന്യൂഡൽഹി, പൂന, കൊൽക്കത്ത, വെനീസ്. സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ്. ചിത്രങ്ങളുടെ ഒരു ശൈലിയായ മധുബാനി ഏത് സംസ്ഥാനത്താണ് പ്രചാരത്തിലുള്ളത്? രാജസ്ഥാൻ, സിക്കിം, ബീഹാർ, മിസോറാം. പ്രചാരത്തിലുള്ളത് ബീഹാറിലാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രായം ചെന്ന വൃക്ഷം കാണപ്പെടുന്നത് എവിടെ? കാലിഫോർണിയ, തെക്കേ അമേരിക്ക, ആഫ്രിക്ക, ഹോളണ്ട്. ഏറ്റവും പ്രായം ചെന്ന വൃക്ഷം കാലിഫോർണിയയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഉറക്കത്തെയും പകൽ പ്രവർത്തനത്തെയും താളാത്മകമായി നിയന്ത്രിക്കുന്ന ഗ്രന്ഥി ഏതാണ്? പീനിയൽ ഗ്രന്ഥി, പാൻക്രിയാസ് ഗ്രന്ഥി, പീയൂഷ ഗ്രന്ഥി, ആഗ്നേയ ഗ്രന്ഥി. പീനിയൽ ഗ്രന്ഥിയാണ് നിയന്ത്രിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശമേത്? കുട്ടനാട്, പാലക്കാട്, ആലുവ, താന്നിമല. ഇന്ത്യയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശമാണ് കുട്ടനാട്. സവാള പതിവായി കഴിച്ചാലുള്ള ഗുണം എന്ത്? വിശപ്പ് കുറയും, തടി കുറയും, ഉന്മേഷം കൂടും, രക്തം ശുദ്ധിയാകും. സവാള പതിവായി കഴിച്ചാൽ വിശപ്പ് കുറയും. ചന്ദുബി മഹോത്സവം ഏത് സംസ്ഥാനത്തിലെ ഉത്സവമാണ്? ത്രിപുര, ആസാം, ജാർഖണ്ഡ്, മിസോറാം. ചന്ദുബി മഹോത്സവം ആസാമിലെ ഉത്സവമാണ്. ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ചെന്നൈ, മധുര, കാൺപൂർ, പൂന. ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ചെന്നൈയിലാണ്. സൂര്യന്റെ യഥാർത്ഥ നിറം ഏത്? പച്ച, വെള്ള, കറുപ്പ്, ചുവപ്പ്. സൂര്യന്റെ യഥാർത്ഥ നിറം എന്ന് പറയുന്നത് വെള്ള നിറമാണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട തുറമുഖ പട്ടണമേത്? തിരുവനന്തപുരം, കോഴിക്കോട്, കൊച്ചി, കണ്ണൂര്. കേരളത്തിലെ പ്രധാനപ്പെട്ട തുറമുഖ പട്ടണമാണ് കൊച്ചി. ശരീരത്തിൽ ഇരുമ്പിന്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമേത്? തിമിരം, അനീമിയ, ബെർബറി, നിശാന്തത. ശരീരത്തിൽ ഇരുമ്പിന്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് അനീമിയ. ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ ഉപഗ്രഹമേത്? ആര്യഭട്ട, ഭാസ്കര, അപ്പോളോ, രോഹിണി. ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ ഉപഗ്രഹമായിരുന്നു ആര്യഭട്ട. കേരളത്തിലെ നിയമസഭാ സാമാജികരുടെ എണ്ണം എത്ര? 120, 140, 141, 152. നിയമസഭാ സാമാജികരുടെ എണ്ണം 141 കേരളത്തിൽ. ഒരു കമ്പ്യൂട്ടറിന്റെ തലച്ചോറ് എന്നറിയപ്പെടുന്ന ഭാഗം ഏത്? കീബോർഡ്, മോണിറ്റർ, പ്രോസസിംഗ് യൂണിറ്റ്, ഫ്ലോപ്പി ഡിസ്ക്. ഒരു കമ്പ്യൂട്ടറിന്റെ തലച്ചോറാണ് പ്രോസസിംഗ് യൂണിറ്റ്.
ചന്ദ്രമതി എന്ന എഴുത്തുകാരിയുടെ യഥാർത്ഥ പേര് എന്ത്? ചന്ദ്രമതി അമ്മ, ചാന്ദിനി, മാധവിക്കുട്ടി, ബി ചന്ദ്രിക. യഥാർത്ഥ പേര് ചന്ദ്രമതി അമ്മ എന്നാണ്. സാമൂതിരിയുടെ കാലത്തുണ്ടായിരുന്ന പ്രസിദ്ധമായ സാഹിത്യ സദസ്സേത്? സാഹിത്യ പരിഷത്ത്, രേവതി പട്ടത്താനം, മുറജപം, മാമാങ്കം. രേവതി പട്ടത്താനമായിരുന്നു. ഹോക്കി മാന്ത്രികൻ എന്നറിയപ്പെടുന്നത് ആര്? രഞ്ജിത് സിംഗ്, ധ്യാൻ ചന്ദ്, ധനരാജ് പിള്ള, കപിൽ ദേവ്. ഹോക്കി മാന്ത്രികൻ എന്നറിയപ്പെടുന്നത് ധ്യാൻ ചന്ദ് ആണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ യാത്രാ വിമാനമുള്ള രാജ്യമേത്? അമേരിക്കയ്ക്കാണ്. സസ്യവർഗത്തിലെ ഉഭയജീവി ഏത്? കുളവാഴ, സാൽവീനിയ, ജിങ്കോ, അഗാറിക്കസ്. സസ്യവർഗത്തിലെ ഉഭയജീവിയാണ് കുളവാഴ. ശിലയുടെ അടിസ്ഥാന രൂപം ഏത്? ആഗ്നേയശില, അവസാദശില, കായാന്തരിക ശില, ഇവയൊന്നുമല്ല. ശിലയുടെ അടിസ്ഥാന രൂപമാണ് ആഗ്നേയശില. ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് നിലവിൽ വന്ന വർഷം? 1927, 1929, 1932, 1935. ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് നിലവിൽ വന്നത് 1927 ഫലങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത്? ആപ്പിൾ, ഓറഞ്ച്, ഏത്തപ്പഴം, മാങ്ങ. ഫലങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ഫലമാണ് മാങ്ങാപ്പഴം. പൂക്കളുടെയും പഴങ്ങളുടെയും സ്വാഭാവിക ഗന്ധവും രുചിയും നൽകുന്ന നിറമില്ലാത്ത പദാർത്ഥങ്ങൾ ഏത്? എസ്റ്ററുകൾ, ഹാലോഫൈറ്റ്, പോണിറിക്സുകൾ, ഇവയൊന്നുമല്ല. എസ്റ്ററുകളാണ്. വൃക്ഷങ്ങളെ കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേരെന്ത്? സൈറ്റോളജി, ആന്തോളജി, മൈക്കോളജി, മെറ്റോളജി. വൃക്ഷങ്ങളെ കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേരാണ് മൈക്കോളജി. പ്രകാശ സംശ്ലേഷണത്തിന് കഴിവുള്ള ജീവി ഏത്? യുഗ്ലീന, കാപ്പിബാറ, പ്ലാറ്റിപ്പസ്, സ്ലോത്ത്. പ്രകാശ സംശ്ലേഷണത്തിന് കഴിവുള്ള ജീവിയാണ് യുഗ്ലീന. ഇതൊരു എന്റർടൈൻമെന്റ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് അറിയാവുന്ന ശരിയായ ഉത്തരം കമന്റ് ചെയ്യുക. ഇതൊരു എന്റർടൈൻമെന്റ് പർപ്പസിന് വേണ്ടി മാത്രം ഉപയോഗിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്.